ചേട്ടാ ദേഷ്യപ്പെടാതെ, ഇന്ന് മോഡൽ എക്സാം ആയതല്ലേ വിളിക്കാത്ത. പഠിത്തം പഠിത്തം പഠിത്തം, നിനക്കിത് മാത്രമേ എന്നോട് പറയാനുള്ളൂ. എടി +2 ഒക്കെ ഞാനും പാസ്സായതാണ്. അതുകൊണ്ട് നീ ആ നമ്പർ ഒന്നും എന്നോട് അടിക്കല്ലേ. അങ്ങനല്ല ഏട്ടാ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. രാത്രി മുഴുവൻ ചേട്ടനെ വിളിച്ചോണ്ടിരുന്ന രാവിലെ ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങും. അതല്ലേ എടി, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ എൻ്റെ അനിയത്തി കീർത്തി, അവള് പറഞ്ഞല്ലോ നീനും പുസ്തകം കൈകൊണ്ട് തൊട്ടില്ലെങ്കിൽ പോലും നീ ആയിരിക്കും സ്കൂൾ ഫസ്റ്റ് എന്ന്. അപ്പം ഇത് അതൊന്നും അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്നെ ഇപ്പോൾ വേണ്ട. അതിനു വേണ്ടിയുള്ള ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുക നീ. നിങ്ങൾ എന്തോന്നൊക്കെ ഈ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണോ ഓരോന്നും? മനസ്സിൽ വിചാരിക്കുന്ന എന്താണെന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് എന്തും പറയാമല്ലോ. ശ്രേയ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് പോകണില്ലെന്ന് പറഞ്ഞ് ഇവിടെ ആരും എന്നോട് മിണ്ടണ പോലുമില്ല. ഞാൻ കഴിച്ചോ കുടിച്ചോ എന്നൊന്നും ചോദിക്കാൻ എനിക്ക് ഇവിടെ ആരുമില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ, അത് നീ മനസ്സിലാക്ക്. കരയാതെ ചേട്ടാ. ഞാൻ എന്നും വിളിച്ച ഈ വിഷമമൊക്കെ മാറൂലേ? എന്നും രാത്രി ഞാൻ വിളിക്കാം, പ്രോമിസ്. നിന്റെ അടുത്ത് ഇന്നലെയും കൂടെ പറഞ്ഞേ ഉള്ളൂ ആവശ്യമില്ല ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കില്ലെന്ന്. അമ്മ, ചേട്ടാ ഞാൻ ഇത്രയും നേരം പഠിച്ചോണ്ട് തന്നെ ഇരുന്ന. അമ്മയ്ക്ക് ഇതൊക്കെ നോക്കൂടെ? നിനക്കില്ലെങ്കിലും മൊബൈൽ നോക്കുക കുറച്ച് കൂടുതലാ. ഈ എക്സാം കഴിയുന്നവരെങ്കിലും നോക്കാതിരുന്നൂടെ? ഇങ്ങോട്ട് പരീക്ഷ കിണറ് ഞാൻ വെച്ചോളാം. എന്റെ നോട്ട്സ് ഒക്കെ ഇതിലാണ് ചേട്ടാ. നിനക്ക് അങ്ങനെ നോട്ട്സ് എഴുതണമെങ്കിലേ അവന്റെ റൂമിൽ പോയി എഴുതിയാൽ മതി. ഇനി എത്ര പഠിച്ചാലും അവളായിരിക്കും സ്കൂൾ ടോപ്പർ. നിങ്ങൾ ഈ ഫോണൊക്കെ പിടിച്ചു വെച്ച് വെറുതെ സീൻ ഉണ്ടാക്കണം എന്തിനു? എന്ന് വെച്ച് ഈ പരീക്ഷ സമയത്ത് എന്തിനാണോ ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻ ഒക്കെ? ചുമ്മാ ഓവർ കാണിക്കല്ലേ. ഹലോ, ഈ സമയത്ത് ഇവിടെ ആര് വിളിക്കേ? ഹലോ ഹലോ, ആരാണ്? പഠിക്കണല്ലേ? ആ ചേച്ചി, ഞാൻ പഠിച്ചതൊക്കെ ഓർക്കുമായിരുന്നു. എങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. Name the structure that contains vocal cord. Larynx. Elaborate ERV. Expiratory reserve volume. എനിക്കറിയാം നീ പഠിക്കണ കുട്ടിയാണ്, പക്ഷെ നിന്റെ ചേട്ടനെ അറിയാല്ല, ഭയങ്കര ടെൻഷനാണ്. അതായത് പിടിച്ചു മേടിച്ചത്. ഞാൻ തരാം, പക്ഷെ നീ റാങ്ക് മേടിച്ച് പാസ്സാവും നിന്റെ ചേട്ടന് വാക്ക് കൊടുത്തിട്ട് തിരിച്ചു തന്നത്, കേട്ടല്ലോ? അത് ഉറപ്പ് ചേച്ചി. ശരി. പിന്നെ നിന്റെ ഒരു ഫ്രണ്ട് വിളിച്ചേ, തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ആര് ചേച്ചി? കീർത്തി എന്നാ പറഞ്ഞു. ഇന്നലെ നിന്റെ ചേട്ടൻ എടുത്തപ്പോൾ ഞാനൊന്ന് കിടുങ്ങി. കട്ട് ചെയ്തത് അപ്പം തന്നെ തിരിച്ചു വിളിച്ചടി പുള്ളി. ഞാൻ പിന്നെ അപ്പം തന്നെ കീർത്തിയുടെ ഓടിച്ചെന്ന് ഫോൺ കൊടുത്തല്ലേ? അതെ. ഇന്നലെ പിടിച്ചിരുന്നെങ്കിൽ ഈ ചിരിയൊക്കെ അങ്ങ് മാഞ്ഞേനെ. അത് വിട്, ഈ സാധനം കൊണ്ടുവന്നില്ലേ? 6 മാസത്തെ പോക്കറ്റ് മണിയിൽ മിച്ചം പിടിച്ച കാശാണേ. എനിക്കറിയായിരുന്നു നീ ഇത് ഒപ്പിക്കുന്നു. മോളെ, ചെന്നൈയിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും വീട്ടിൽ നിന്ന് എനിക്ക് ഒറ്റ പൈസ തന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ മോനല്ലേ. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇവർ അല്ല ഇത് പോയി വരാനല്ലേ തികയൂ. ആ ഉള്ളതാവട്ടെ. അപ്പോൾ ചേട്ടൻ്റെ ഫുഡൊക്കെ ചെന്നൈയിലല്ലേ പോണത്? അവിടുത്തെ പൈപ്പ് വെള്ളം വല്ലതും കടിച്ചിറക്കി തിന്നാം. കുഴപ്പമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അയ്യോ അത് വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കാം. നീ എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കണു? അല്ല ചേച്ചി, ഇനി എക്സാമിന് 2 മാസം കൂടെ ഉള്ളൂ. ആലോചിച്ചിട്ട് എന്നെ ടെൻഷൻ ആവുന്നു. എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു.
+2 പഠിക്കുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്, ഇത് കഴിഞ്ഞാൽ സ്വർഗമാണെന്ന്. ബിടെക്കിന് ചേർന്നപ്പോഴല്ലേ മനസ്സിലായത്. പക്ഷെ ബിടെക് ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടെ ചേർത്തതല്ലേ, ചേച്ചിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ആരാണ് +2 കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് പഠിക്കാൻ പോണത്? എന്നാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ പഠിക്കും. +2 കഴിഞ്ഞ് ഞാൻ BSc നഴ്സിംഗ് പഠിക്കും. അതൊക്കെ കൊള്ളാം. പക്ഷേ ഈ നഴ്സിംഗ് പ്രൊഫഷനൊക്കെ ഇവിടെ നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കൂലേ? അതിന് ഇവിടെ ആര് നിൽക്കുന്നത്? ഇവിടെ ഏതെങ്കിലും കോളേജിൽ BSc നഴ്സിംഗ് പഠിച്ചിട്ട് കുറച്ച് നാൾ ജോബൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കും. എന്നിട്ട് യൂറോപ്പിൽ പോയി അവിടെ തന്നെ സെറ്റിലാവും. നിനക്ക് പുറത്ത് പോയി സെറ്റിലാണെങ്കിൽ ഇവിടെ പഠിക്കുന്നതിന് അവിടെ തന്നെ പോയി ഡയറക്റ്റ് പഠിച്ചാൽ പോരെ? അതെങ്ങനെ? അവിടുത്തെ എൻട്രൻസ് വല്ലതും എഴുതണോ? അതൊന്നും വേണ്ട. നിനക്ക് +2ന് 65% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി നഴ്സിംഗ് ഒക്കെ അൽബേനിയയിൽ പോയി പഠിക്കാം. ഇവിടത്തെ പോലെ 4 വർഷത്തെ കോഴ്സും ചെയ്തിട്ട് പിന്നെ ജോലിക്ക് വേണ്ടി തപ്പി കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അവിടെ ഈ കോഴ്സ് 3 വർഷമേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞാൽ അവർ എന്നെ ഇറ്റലിയിൽ ജോലി മേടിച്ചു തരും. അത് കൊള്ളാലോ. അതെങ്ങനെ അപ്ലൈ ചെയ്യണേ? നീ ഈ സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ നേടിയിട്ടില്ലേ? അവരാണ് ഇന്ത്യയിലെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ പാർട്ണർ. പിന്നെ ഇത് റോമൻ കത്തോലിക് ഫെഡറേഷൻ്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അത് കൊള്ളാം. പക്ഷേ ഈ ഇറ്റലിയിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ഒക്കെ അറിയണ്ടേ? അതൊന്നും ഒരു വിഷയമല്ല. അവർ എന്നെ ഈ കോഴ്സിൻ്റെ കൂടെ ഇറ്റാലിയൻ ലാംഗ്വേജ് B2 ലെവൽ വരെ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരും. ചേച്ചി എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല, യൂറോപ്പിൽ സെറ്റിൽ ആവണമെന്നുള്ള എൻ്റെ ഡ്രീമാണ്. ചേച്ചി എങ്ങനെയെങ്കിലും സുനിലേട്ടൻ്റെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കുമോ? എന്നാലും ഒറ്റയ്ക്കൊക്കെ അവളെ പുറത്തോട്ട് വിടാന്ന് പറഞ്ഞാൽ എന്തായാലും അവൾ പഠിച്ചു കഴിഞ്ഞ് പുറത്തു പോകും. അപ്പോൾ പിന്നെ അവിടെ തന്നെ പോയി പഠിച്ച് ജോലി വാങ്ങിക്കുന്നതല്ലേ നല്ലത്. ഈ പ്രായത്തിൽ എത്രയോ കുട്ടികൾ പുറത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താ? അവളുടെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ അത് തന്നെ നടക്കട്ടെ. പൈസക്ക് ഞാൻ വല്ല ലോൺ വല്ല അറേഞ്ച് ചെയ്യും. ചേട്ടാ, ഇപ്പം അല്പം സ്ട്രഗിൾ ചെയ്താലും അവളുടെ ലൈഫ് നന്നായിട്ട് തന്നെ വരും. ചേട്ടൻ തന്നെയല്ലേ ഇവിടെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്തു പോയി പഠിക്കാനുള്ള പെർമിഷൻ തന്നത്. പിന്നെ ഇപ്പൊ എന്ത് ഇങ്ങനെ പറയണ? എടി, അത് നീ പഠിത്തവും കഴിഞ്ഞ് ഇവിടെ 1 വർഷം ജോലിയും കഴിഞ്ഞിട്ടല്ലേ? നീ ഇത് +2 കഴിഞ്ഞപ്പോ തന്നെ പോണെന്ന് പറഞ്ഞാ? ചേട്ടാ, മറ്റതിനെക്കാട്ടിലും ഇതല്ലേ നല്ലത്. ഇവിടെ ഞാൻ 4 വർഷം കളയണതിനെക്കാട്ടിലും അവിടെ പോയി പഠിച്ച അവിടെ തന്നെ എനിക്ക് സെറ്റിൽ ആവാമല്ലോ. ശ്രേയ, നീ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല. ഞാനൊരു 2 ദിവസം മാറി നിന്നപ്പോഴേക്കും നീ സ്വന്തമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയോ? കൊള്ളാലൂടി, നീ കൊള്ളാം. ചേട്ടാ, ഞാൻ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത്. നിന്റെ ലൈഫിൽ ഇപ്പൊ എനിക്ക് ഒരു റോളിലെന്ന് എനിക്ക് മനസ്സിലായി. നീ വെച്ചോ, എനിക്കിനോടൊന്നും സംസാരിക്കാനില്ല. എന്തോന്ന് ക്രിഞ്ചളിയാ? ഇമാതിരി സെന്റിമെന്റ്സ് അടിച്ച് വീഴ്ത്താൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. അല്ലടാ, ഞാൻ ഇനി വിടാ അവളെ കുൽബാനയിലേക്ക്. എടാ, ഒറ്റയ്ക്ക് പുറം നാട്ടിലൊരു പെൺകുട്ടെന്ന് ആലോചിച്ച് നോക്കി നീ. അല്ലെ, നീ എൻ്റെ അടുത്ത് ഉടയപ്പറക്കല്ലേ? എടാ, അവൾ അവിടെ പോയി കഴിഞ്ഞാൽ നിന്നെ കണ്ടിട്ട് നല്ല പയ്യന്മാരെ കെട്ടി ജീവിക്കും. അതുകൊണ്ടല്ലേ ജീവിച്ച് പോട്ടളിയാ. അവക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ കണ്ട വിളിക്കുന്ന കണ്ട. ഞാനിതിപ്പോൾ എടുക്കൂല. ഇവള് വിളിച്ച് ക്ഷീണിക്കും. ഞാൻ രാത്രിയാകുമ്പോൾ ഇവളെ അങ്ങോട്ട് വിളിക്കും, എന്നിട്ടൊരു ബൈ പറയും. അവളുടെ തീരുമാനം മാറി. നീ കണ്ടോ? ഹലോ ചേട്ടാ. ചേട്ടാ, എന്തൊന്നും മിണ്ടാത്ത? ഇത്ര നേരം എന്ത് വിളിക്കാത്ത? ഞാൻ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കണേ? ശ്രേയ, ഞാൻ അവസാനമായിട്ട് ഗുഡ് ബൈ പറയാനാണ് ഇപ്പോൾ നിന്നെ വിളിച്ചത്. നിൻ്റെ ലൈഫ് നിനക്ക് തീരുമാനിക്കാം. നിൻ്റെ ജീവിതത്തിലൊരു ശല്യമായിട്ട് ഇനി ഞാൻ ഉണ്ടാവില്ല ശ്രേയ. ചേട്ടൻ എന്തോന്നൊക്കെ പറയണേ? ചേട്ടൻ ഇല്ലെന്ന് എനിക്കൊരു ലൈഫും ഇല്ല. ഞാൻ ഒരിടത്തും പോണില്ല. ചേട്ടൻ എവിടെ പറയണോ ഞാൻ അവിടെ പഠിച്ചോളാം. ചേട്ടൻ എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കല്ലേ പ്ലീസ്. ചേട്ടാ പ്ലീസ്. ശരി. ശ്രേയ, സ്റ്റഡി ലിങ്ക്സ് ചാനലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട്സ് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ലോൺ എടുത്താൽ പഠിപ്പിക്കുന്നത്, അത് മറന്നു പോകരുത്. ചേട്ടാ, എനിക്ക് പുറത്ത് പോകണ്ട. പോണ്ടെന്നാ? നീ അല്ലേ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്? ചേച്ചി, അതിനൊക്കെ ഭയങ്കര ചിലവല്ലേ? ചേട്ടനെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അതിനെപ്പറ്റിയൊന്നും നീ ആലോചിക്കണ്ട. ഇത്രയും വരെ പഠിപ്പിക്കുകയെങ്കിൽ ഇത് ഞാൻ ചെയ്യും. അത് മാത്രമല്ല ചേട്ടാ, എനിക്ക് നിങ്ങളെയൊക്കെ പെട്ടെന്ന് വിട്ടിട്ട് പോകാനും വയ്യ. ഞാൻ ഇവിടെ തന്നെ പഠിച്ചോളാം.
നീ എന്താ എവിടെ വെക്കണേ? ആരാ ഇത്? ചേട്ടാ, ഞാൻ ഇവളുടെ ഫ്രണ്ട് കീർത്തിയുടെ ബ്രദറാ. ഈ ബുക്ക് കൊടുക്കാൻ വേണ്ടി കീർത്തി എനിക്ക് തന്നു കേട്ടു. കൊടുക്കാൻ വന്നാ. ഇല്ല, ഭാഗ്യത്തിന് ചേട്ടന് ഇന്നങ്ങനെ സംശയമൊന്നും തോന്നിയില്ല. പിന്നെ ഇന്നലെ ചേട്ടൻ എന്നോട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു കോളേജിനെ പറ്റി പറഞ്ഞില്ലേ, അത് പൊട്ടയാണെന്നാണ് എല്ലാവരും പറയുന്നത്. മോളെ, നിന്നെ പോലൊരു പഠിക്കുന്ന കുട്ടി ഏത് കോളേജിൽ പോലും നന്നായിട്ട് തന്നെ പഠിക്കും. പിന്നെ ഞാൻ പറഞ്ഞ കോളേജാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടൂടെ? എന്നാൽ പിന്നെ ചെയ്യേണ്ട ഇഷ്ടം പോലെ. പിന്നെ നാളെ വൈകുന്നേരം കാണാവേ. എന്താ ചേട്ടാ? നീ ഫോണിങ് എടുക്ക്. ആ ഫോണിങ് എടുക്കാൻ. എന്താ മോളെ ഫോൺ കട്ടാക്കിയേ? ഇതാണ് നിന്റെ പഠിത്തം? ഇതാണോ നിന്നെ പഠിക്കുന്നത്? എന്താടാ, എന്ത് പ്രശ്നം? ഒട്ടേന്ന് വിരിയാത്ത മോക്ക് പ്രേമം. രാത്രി പഠിത്തമെന്നും പറഞ്ഞ് കഥ അടച്ചിരുന്ന് ഫോൺ വിളി. ഇതിന്ന് വൈകുന്നേരം കണ്ടതല്ലേടി? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിട്ട് ഇങ്ങനെയാണ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നിനക്കിപ്പോ സമാധാനമായോ? നീയല്ലേ അവള് പഠിക്കും മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞു നടന്ന്? നീ ഞങ്ങളുടെ മാനം കെടുത്തോടി. ഇത്രയൊക്കെ കാണിച്ചിട്ട് നിൽക്കണില്ല ഇവിടെ. അങ്ങനെ ഇവിടെ ഉദ്ദേശമില്ല. ഇനി ഇവിടെ അനങ്ങിയ നമ്മൾ അറിയണം. അമ്മ ഇതുപോലെ അവളോട് കിടന്നാൽ മതി. നാളെ തൊട്ട് നിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ട് പോവുകയും വിളിച്ചോണ്ട് വരികയും ചെയ്യും. നിന്റെ ടീച്ചർമാർക്ക് ഇതെല്ലാം പറയും. ഇന്നലെ സ്കൂളിൽ നിന്റെ വലിയ കണ്ണുണ്ടാവും. ചേട്ടാ, സ്കൂളിൽ പറയല്ലേ. ഇനി മേല അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ അതോടെ വച്ച് കിട്ടും. നിന്റെ പഠിത്തമല്ല. എടി, വല്ലവരെ ആലോചിച്ചിട്ടിരിക്കാതെ പഠിക്കുകയാണെങ്കിൽ പടി, ഇല്ലെങ്കിൽ വന്ന് കെട. നീ എന്താണ് എൻ്റെ മൊബൈൽ എടുത്തത്? അമ്മ പഠിക്കാനുള്ള ഒരു കാര്യം നോക്കാൻ. നീയേ ഉള്ളത് പഠിച്ചാ മതി. നിക്ക്, നീ ഈ ബാഗ് ഒന്ന് ചെക്ക്. മൊബൈലും എല്ലാം ഇരിക്കണമെന്ന്. പോ. നീ കയറിയിട്ട് കുറെ സമയമായില്ല. അവിടെ എന്ത് എടുക്കുവാണ്? ഇറങ്ങേ. എന്തടി? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? എന്താ ചേച്ചി, ഷരിഞ്ചേൻ്റെ അമ്മ ആശുപത്രിയിലാണെന്ന്, കാശിന് ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അലമാരിയിൽ നിന്ന് എൻ്റെ ഒരു മാല എടുത്തു കൊടുത്ത്. എടി, നീ എന്തോന്നൊക്കെ കാണിച്ചു കൂട്ടണത്? ചേച്ചി, ഒരാഴ്ച തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ചേട്ടൻ. അപ്പം എനിക്ക് ചേട്ടനെ കാണാനോ വിളിക്കാനോ ഒന്നും പറ്റുന്നില്ല. ചേച്ചി ഒന്ന് എനിക്ക് വിളിച്ചു തരുമോ? ഞാൻ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് തന്നെ വിളിക്കാം, പ്ലീസ് ചേച്ചി. നിന്റെ ചേട്ടൻ അറിഞ്ഞിപ്പോൾ നീ അവൻ്റെ നമ്പർ ഇട്, ഞാൻ വിളിക്കാം. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണല്ലോ. ദയവായി അല്പസമയം ടെൻഷൻ ആവാതെ അതെങ്ങനെയെങ്കിലും തിരിച്ചു മേടിക്കാനുള്ള വഴി ഉണ്ടാക്കാം. ശ്രേയ, അമ്മ എവിടെ? അമ്മ കുളിക്കുന്ന ചേച്ചി.
നിന്റെ മാല എൻ്റെ ചേട്ടൻ താഴെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ആരും കാണാതെ എവിടെ നിന്നാണോ എടുത്ത് അവിടെ കൊണ്ടുപോയി. ആ ചേച്ചി. ഡേ, നീ എന്തിനാണ് ഇത് എടുത്തത്? നീ വാ. നിനക്ക് ഇനി മതിയായില്ല അല്ലേ? ഡാ നോക്ക്, ഞാൻ കുളിക്കാൻ പോയതൊക്കെ നോക്കി അവള് മാല എടുത്തിരിക്കുന്നു. നിനക്ക് എന്തിനാടി ഇപ്പൊ ഈ മാല? പറയടി, അവന് കൊടുക്കാല്ലേ? ഇല്ല ചേട്ടാ. പിന്നെ എന്തിനാടി നീ ലാക്കർ തുറന്നത്? ശ്രേയ, നീ സത്യം പറ. മോയ് തുറന്ന് പോരടി. നീ അവന് കൊടുക്കാനില്ലേ ഈ മാല എടുത്തത്? മതി അവളെ ചോദ്യം ചെയ്തത്. ആര്യെ, നീ ചുമ്മാ അവളെ സൈഡ് പിടിക്കാതെ. ഇതിപ്പോ കുറച്ച് ദിവസമായി ചേട്ടാ തുടങ്ങിയിട്ട്. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. അത് നീ അവളോട് പറ, സഹിക്കുന്നതിന് ഞങ്ങൾക്കും ഉണ്ട് ലിമിറ്റ്. അങ്ങനെ സഹിക്കാൻ വേണ്ടി മാത്രം അവൾ എന്താ തെറ്റ് ചെയ്തത്? അവൾക്ക് ഒരാളടുത്ത് ഇഷ്ടം തോന്നി, അത്രയല്ലേ ഉള്ളൂ. അതിന് അവൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യണ എന്തിനാണ്? പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇവിടെ ഞാൻ എന്തോ ചെയ്യണം? ഈ പ്രായത്തിൽ ചേട്ടൻ ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഓ, അപ്പൊ പഠിക്കണ സമയത്ത് പഠിക്കാതെ പ്രേമിച്ച് നടക്കണമെന്നാണ് നീ പറയണേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അമ്മ. പക്ഷെ ഈ വിഷയം ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. അടുത്ത 10 ദിവസം കഴിഞ്ഞ് അവളുടെ എക്സാം ആണ്. നിങ്ങൾ ഈ വിഷയത്തിന്റെ ട്രോമ നൽകി അവൾക്ക് പഠിക്കാൻ പറ്റാതെ ഫെയിൽ ആവേ മാർക്ക് കുറയുക ചെയ്താൽ അത് അവളുടെ ഫ്യൂച്ചറിനെയല്ലേ ബാധിക്കൂ? ഈ ഒരു കാര്യത്തിന് അവളെ മൊത്തം ജീവിതം തോലിക്കണോ? പഠിക്കുന്ന പ്രായത്തിൽ ഒരു പ്രേമം ഉണ്ടെന്ന് അറിഞ്ഞാൽ തുടങ്ങും വീട്ടുകാരും ടീച്ചേഴ്സും കൂടെ അവരെ കൊത്തിപ്പറിക്കാൻ. ഒരു നല്ല ചേട്ടനാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അവളെ വിളിച്ചിരുത്തി ഇതിന്റെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താണ് വേണ്ടത്. പിന്നെ ശ്രേയ, നീ സ്നേഹിച്ച പയ്യനില്ലേ, അവ ഒരു ഗജ ഫ്രോഡാണ്. നിങ്ങളും കൂടെ അറിയാൻ ഒരു കാര്യം പറയാം. ഈ സ്വർണ്ണം അവൾ അവന് കൊടുക്കാൻ എടുത്തതല്ല. അവൾ നേരത്തെ കൊടുത്തത് ഞാൻ തിരിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ്. അവളെ ചെറയണ്ട. അവന്റെ അമ്മ ക്രിട്ടിക്കലാണ്, ഹോസ്പിറ്റൽ ചെലവിന് പൈസ വേണമെന്ന് പറഞ്ഞാണ് അവ ഇത് മേടിച്ചത്. എന്നിട്ട് അവ പൈസയ്ക്ക് 3 ട്രിപ്പിന് പോയിരിക്കുന്നു. എന്നിട്ട് ഞാനിന്ന് അവന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ അച്ഛനാണ് അവന്റെ 2 പൊട്ടിച്ചിട്ട് പണയം വെച്ചിരുന്ന മാല എനിക്ക് തിരിച്ചെടുത്തു തന്നത്. നിനക്കിപ്പോൾ മനസ്സിലായ? ഈ പ്രായത്തിൽ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റൂല. അതിന് ലൈഫ് എക്സ്പീരിയൻസ് വേണം. എടി, ഇത് വെറും ഇൻഫാക്ച്വേഷൻ ആണ്. അവൻ പറഞ്ഞിട്ടില്ലേ നീ പുറത്തു പോകാനുള്ള പ്ലാൻ വരെ വേണ്ടാന്ന് വെച്ചത്? തോന്നി. എടി, 8ഉം പൊട്ടും തിരിയാത്ത പ്രായത്തിൽ നമ്മുടെ അംബീഷനും ആഗ്രഹങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരാൾ നല്ല പാർട്ണർ അല്ല. ഇങ്ങനെയുള്ള ഒരുത്തന് വേണ്ടിയാണ് നീ അടുത്ത 10-40 വർഷത്തെ ലൈഫ് കളയാൻ നിന്നത്. എന്തായാലും നടന്നു. ഇനിയെങ്കിലും ലൈഫിൽ നിന്ന് ഇതുപോലത്തുള്ള ഡിസ്ട്രാക്ഷൻസ് മാറ്റി വെച്ചിട്ട് നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. ടീനേജ് പ്രായത്തിൽ ഒരാളോട് ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം തോന്നുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പല പാരൻസും മക്കളുടെ ഇത്തരം പ്രണയങ്ങളെപ്പറ്റി അറിയുമ്പോൾ ആ സിറ്റുവേഷനിൽ ഓവർ റിയാക്ട് ചെയ്യുന്നത് പതിവാണ്. സ്വന്തം മക്കൾ വഴിതെറ്റി പോവോ, അവരുടെ പഠിത്തം ഇല്ലാതാവോ എന്നൊക്കെ പേടിയിലാണ് പല പാരൻസും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾ അവരെ ഓവറായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് അവരുടെ ഫീലിങ്സും ഇമോഷൻസും തോട്ട്സും തുറന്നു പറയാനുള്ളൊരു സേഫ് സ്പേസ് കൊടുത്തില്ല എങ്കിൽ ഒരിക്കലും അവരുടെ പ്രശ്നങ്ങൾ അവരെ ഓപ്പൺ അപ്പ് ചെയ്യില്ല. ഈ ചിത്രത്തിലെ പോലെ അവരൊരു തെറ്റായ റിലേഷൻഷിപ്പിലാണ് അകപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവരെ ഗൈഡ് ചെയ്യേണ്ടതും അവരെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഇനി മക്കളോടൊരു കാര്യം, ഈ പ്രായത്തിൽ പ്രണയം നിങ്ങളുടെ പഠിത്തത്തിനും നല്ല ഭാവിക്കും ഒരു തടസ്സമാകാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദയവേത് നിങ്ങളുടെ പാരൻസിനോടത് ധൈര്യമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നു. താങ്ക് യു. ടീനേജർമാരുടെ പ്രണയം പാരൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മക്കൾ പ്രണയിക്കുന്നു എന്ന് അറിയുമ്പോൾ ഓവർ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഓരോ പാരൻസും അവരെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതയം നൽകുന്നു. Study Links International, linking with the best.